ഹലോ ഹലോ. അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു യാത്ര പോകാമെന്ന്. അങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരത്തിലുള്ള ഒരു ചെറിയൊരു സിറ്റിയിൽ പോയി. അപ്പം ആ ഒരു കൊച്ചി യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയ ഈ സ്ഥലത്തിൻ്റെ പേരാണ് റോത്തംബർഗ്. ഈ കാണുന്നതാണ് ടൗൺ വാൾ. ഏകദേശം 4 കിലോമീറ്ററോളം നീളമുള്ള ഈ മതിലുകൾ പൂർണ്ണമായും ഓൾഡ് സിറ്റിയെ ചുറ്റിപ്പറ്റിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ എഴുതി വെച്ചേക്കുന്നത് ഏകദേശം 12 മുതൽ 14 നൂറ്റാണ്ടുകൾക്കിടയിലാണ് ഈ മതിലുകൾ നിർമ്മിച്ചതെന്ന്. അങ്ങനെ ഈ ടൗൺ വാളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അതിൻ്റെ നടപ്പാതയും വീടുമാണ്. കാരണം നടപ്പാതകൾ മുഴുവൻ കോബിൾ സ്റ്റോണും കൊണ്ട് പണിതതും കൂടാതെ അവിടുത്തെ ഹൗസസ് എല്ലാം ഹാഫ് ടിമ്പേർഡ് ഹൗസസും ഒരേ പാറ്റേണിൽ ഒരേ കളറിൽ പണിതിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം കൊച്ചു മിനിയേച്ചർ കണ്ടു. നല്ല ഭംഗിയുണ്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പം ഞങ്ങൾ ടവറിൻ്റെ മുകളിലും കൂടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായേ ഈ സെയിം മിനിയേച്ചറിൻ്റെ ഒറിജിനലാണ് ഈ ഒരു ബിൽഡിംഗ് എന്ന്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു കൊച്ചു ടൗണും അതിമനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. കൂടാതെ കടകളുടെ പുറത്തുള്ള ഡിസ്പ്ലേയിലെ ഓരോ സാധനങ്ങളും ടോയ്സും ഡെക്കറേഷനും എല്ലാം റെഡ് വൈറ്റ് ഗ്രീൻ കളർ കോമ്പിനേഷനിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കാണാൻ വളരെയധികം ഭംഗിയുണ്ടായിരുന്നു. അതും ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പുൽക്കൂടുകളും പണിത് വെച്ചിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ റേറ്റുകളും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ റേറ്റുകൾ നോക്കിയപ്പോൾ ഏകദേശം 430 യൂറോ, 450, 580. അപ്പം നമ്മുടെ നാട്ടിലെ ഏകദേശം 40,000, 50,000 രൂപയ്ക്ക് ഇടയിലാണ്. അങ്ങനെ നടന്ന് ഞങ്ങൾ റോത്തംബർഗ് സിറ്റിയുടെ സെൻട്രൽ സ്ക്വയറിലെത്തി. അപ്പോൾ സ്ക്വയർ മാർക്കറ്റിൽ ഞങ്ങളുടെ കൂടെ ഒരുപാട് ടൂറിസ്റ്റുകളും വിസിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഗൈഡുണ്ട്. അപ്പോൾ ഗൈഡ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും നേരെ ക്ലോക്കിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങളും നേരെ ആ ക്ലോക്കിലേക്ക് നോക്കി ഈ കഥയും കേട്ടു. അപ്പോൾ മാസ്റ്റർ ഡ്രാഫ്റ്റ് എന്ന കഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു ക്ലോക്ക് പണിതിരിക്കുന്നത്. അപ്പോൾ ആ ക്ലോക്കിൻ്റെ പേരാണ് മാസ്റ്റർ ട്രക്ക് ക്ലോക്ക് ടവർ എന്ന ആ സ്ഥലത്തെ അറിയപ്പെടുന്നു. 30 വർഷത്തെ യുദ്ധകാലത്ത് നഗരം രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഒരു മേയർ ഒരു വലിയ വൈൻ പാത്രം ഒറ്റ തവണ കുടിച്ച് വിരോധികളോട് വിജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താ അല്ലേ കഥയൊക്കെ. ഞങ്ങൾ അതിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2-3 കോഫി ഷോപ്പിൽ സ്നോ ബോളിൻ്റെ ഷേപ്പിലുള്ള പേസ്ട്രി കണ്ടു. അതാണ് സ്നീ ബാലൻ അല്ലെ സ്നോ ബോൾ പേസ്ട്രി. അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പേസ്ട്രിയാണ്. ഫ്രാങ്കോണിയൻ റീജിയൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർലി റോത്തംബർഗിൽ കാണുന്ന ഒരു പേസ്ട്രി. അങ്ങനെ നടന്ന് ചെറിയൊരു ഇറക്കത്തിലെത്തിയപ്പോൾ കുറച്ച് തിരക്ക് കണ്ടു. അപ്പോൾ മനസ്സിലായി അടുത്ത സ്പോട്ട് എത്തിക്കുന്നു. അതാണ് ടൗബർ വാലി. അപ്പോൾ ആ താഴ്വാരയിലേക്ക് നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് നോക്കും അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. ട്രഡീഷണൽ രീതിയിലുള്ള കൃഷികളും കുറച്ച് ഗാർഡനും മരങ്ങളും ഫുൾ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് അതിമനോഹരമായൊരു കാഴ്ചയായിരുന്നു. അവിടുന്ന് 2-3 ഫോട്ടോസ് എടുത്തു. 1-2 ശരിയായില്ല. അങ്ങനെ ഒരു 3-4 ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് യാത്ര തുടർന്നു.
ഈ ഒരു സിറ്റിയിൽ കാണാൻ ഞങ്ങൾക്ക് 2 സ്ഥലം കൂടെയായിരുന്നു ബാക്കിയുണ്ടായിരുന്നു. ഒന്നൊരു ടവറും ഒന്നൊരു ചേർച്ചും. ഈ ഒരു ടവറിൻ്റെ മുകളിൽ കയറണ്ടയോ എന്ന് വിചാരിച്ചു. എന്നിരുന്നാലും വന്നതല്ലേ കയറി കളയാമെന്ന് വിചാരിച്ച് ടവറിൻ്റെ മുകളിൽ കയറി. ടവറിൻ്റെ മുകളിൽ നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് വഴി കയറി. ഏകദേശം 4 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് കാണാം. ഞങ്ങൾ അത്രയൊന്നും കണ്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ കയറി. വുഡൻ റൂഫായിരുന്നു. അങ്ങനെ നടന്ന് പോയി മേളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് കാണാൻ നല്ലത് ഭംഗിയാണ്. കൂടാതെ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ 13th സെഞ്ച്വറിയിൽ അവരുടെ ഒരു മിലിറ്ററി സിസ്റ്റത്തിൻ്റെ പവറും ഒരു യുണീക്കായിട്ടുള്ള ആർക്കിടെക്ചറും അറേഞ്ച്മെൻറ്റും അതൊക്കെ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് അതിമനോഹരമായിരുന്നു. റോത്തംബർഗ് സിറ്റീൻ്റെ ഹൃദയഭാഗത്ത് തന്നെ അതിമനോഹരമായൊരു പള്ളി ഉണ്ടായിരുന്നു, സെൻറ്റ് ജെയിംസ് ചർച്ച്. എല്ലാ പള്ളികളും പോലെ ഈ ഒരു പള്ളീൻ്റെ പ്രത്യേകത ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ്, അതായത് ഫ്രം ഹിസ് ബർത്ത് ടു ക്രൂസിഫിക്കേഷൻ വരെ എല്ലാം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പള്ളീൻ്റെ ഉള്ളിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള വുഡൻ സീലിങ്ങും സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസുമാണ്. ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പ്രാർത്ഥിച്ചു, നേർച്ചയിട്ടു, മെഴുകുതിരി എല്ലാം കത്തിച്ച് ഞങ്ങളുടെ യാത്ര തിരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ജർമൻസ് പറയുന്ന പോലെ ചിയേഴ്സ്.